CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തോമസ് കെ തോമസിനെതിരായ വിമർശനം ശരിവെച്ച് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ മറുപടി. കുട്ടനാട്ടിൽ വിയർപ്പൊഴുക്കുന്ന പാർട്ടിയാണ് സീറ്റ് ഏറ്റെടുക്കേണ്ടത് എന്നായിരുന്നു ആർ നാസറിന്റെ പ്രതികരണം. എന്നാൽ നാസറിനെ മുഖ്യമന്ത്രി പിന്നീട് തിരുത്തി. ഘടകകക്ഷികളെ തള്ളിപ്പറയുന്നത് മുന്നണി മര്യാദയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, എന്താണ് ജില്ലാ സമ്മേളനത്തിൽ MLA-ക്കെതിരായ വിമർശനം? അത് ഒരൊറ്റപ്പെട്ട വിമർശനമായിരുന്നില്ല. സമ്മേളന പ്രതികളിൽ വലിയൊരു ഭാഗവും ആ വിമർശനം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിന് നൽകിയ തിരുത്തെന്താണ്? വിജയകുമാർ, കുട്ടനാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കുട്ടനാട് തകഴി ഏരിയ കമ്മിറ്റികളുടെ പ്രതിനിധികളാണ് തോമസ് കെ തോമസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. കരാറുകാരിൽ നിന്നും പണം വാങ്ങുന്ന MLA ആണ്, ഒപ്പം തന്നെ തെക്കും വടക്കും അറിയാത്ത ആളാണ്, ഇങ്ങനെയുള്ള ഒരു കച്ചവടക്കാരനെ ഇനിയും താങ്ങേണ്ട ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രതിനിധികൾ ഉന്നയിച്ചത്. ഇതിന്റെ മറുപടി എന്നോണം ജില്ലാ സെക്രട്ടറി ആർ നാസറും ഇവരുടെ ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു. NCP ഈ രീതിയിൽ ഉള്ള ഇടപെടലാണ് നടത്തുന്നത്. NCP പാർട്ടിയെ ആകെ വിമർശിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടതെന്നും പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി അതിനെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തി. അവരെ കൂടെ NCP ആണെങ്കിലും തോമസ് കെ തോമസിന്റെ ആണെങ്കിലും കൂടെ നിർത്തണം, ഘടകകക്ഷികൾ അങ്ങനെ തള്ളിപ്പറയുന്നത് മര്യാദയല്ല എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകി. പക്ഷേ ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകത, 3 ദിവസവും മുഴുനീള സമയവും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും പങ്കെടുക്കുമെന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഒപ്പം തന്നെ വിഭാഗീയ വിഷയങ്ങളും കൊഴിഞ്ഞുപോക്കടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ സമ്മേളനങ്ങൾ ചർച്ചയായില്ല. മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്നത് കൊണ്ട് ആകെ സർക്കാരിനെതിരെ ഉണ്ടായ വിമർശനം, പോലീസിനെതിരെ ചെറിയ തോതിലുള്ള വിമർശനം, ഒപ്പം തന്നെ കയർ വകുപ്പ് മന്ത്രിക്കെതിരായ വിമർശനം മാത്രമാണ് സർക്കാരിനെതിരെ ഉണ്ടായത്. താരതമ്യേന മറ്റ് സമ്മേളനങ്ങൾ പോലെ സർക്കാരിനോ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളോ ഗുരുതരമായി ചർച്ച ചെയ്തില്ല. മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലത്ത് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ കഴിഞ്ഞ 3 വർഷം മുൻപ് ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തവണ ഈ 3 ദിവസവും മുഴുനീളെ ഇതിൽ പങ്കെടുത്തതെന്നുള്ള വിവരം കൂടിയുണ്ട്. നാളെ ഇനി പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ഇപ്പോൾ നിലവിലുള്ള ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ തുടരാനാണ് സാധ്യത. ഒപ്പം തന്നെ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ അടക്കമുള്ള ആളുകളെ തെരഞ്ഞെടുക്കും. നാളെ വൈകിട്ട് സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. വിജയകുമാർ, യെസ്, ഇക്കാര്യത്തിൽ ഇത്തവണ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പ്രത്യേകത മനീഷ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ സമയവും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നാസറിനെ മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ തിരുത്തിയത്. ഘടകകക്ഷികളെ തള്ളിപ്പറയുന്നത് മുന്നണി മര്യാദയല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.